കൊല്ലം തെന്മല മാമ്പഴത്തറയിൽ മതിൽക്കെട്ടിനുള്ളിൽ കുടുങ്ങിയ രാജവെമ്പാലയ്ക്ക് രക്ഷകരായി വനം വകുപ്പ് സംഘം മാറിയ വാർത്തയിലേക്കാണ്. മാമ്പഴത്തറ കുറവൻ തവളത്താണ് മതിലിലെ കല്ലുകൾക്കിടയിൽ പാമ്പ് അകപ്പെട്ടത്. സമീപത്തെ എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് രാജവെമ്പാല കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. അവർ വനം വകുപ്പിനെ വിവരമറിയിച്ചു. വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്ക്യൂ ടീം എത്തി രാജവെമ്പാലയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് ശേഷം ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെങ്കിൽ രാജവെമ്പാലയെ ഉൾവനത്തിൽ തുറന്നുവിടും. നമുക്കിപ്പം വിവരങ്ങളുമായിട്ട് ജിബിൻ ജേബി ഉണ്ട്. ജിബിനെ, സാധാരണ ഈ കുടുങ്ങിയത് ചെറിയ പാമ്പൊന്നുമല്ല, രാജവെമ്പാലയാണ്. എങ്ങനെയാണ് ഇത് കാണുന്നത്? എങ്ങനെയാണ് ഈ ടീം എത്തി രക്ഷപ്പെടുത്തിയത്? ജയലക്ഷ്മി, നേരത്തെ കമലേട്ടൻ പറഞ്ഞത് ആൾക്കാർക്ക് കാണുമ്പോൾ കൗതുകം തോന്നുന്ന ഒരു വസ്തുവിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് പറയുന്നത് മനുഷ്യർക്ക് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പേടിയുള്ള ഒരു സാധനത്തെക്കുറിച്ചാണ്. പാമ്പുകളിൽ തന്നെ ഏറ്റവും പേടിക്കേണ്ട രാജവെമ്പാലയെക്കുറിച്ച്. ഈ കൊല്ലം തെന്മല ഈ ഒരു മേഖല എന്ന് പറയുന്നത്, മാമ്പഴത്തറ എന്നൊക്കെ പറയുന്ന വനമേഖലയുടെ ഒക്കെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ ദിവസം നമുക്കറിയാം ഈ നാട്ടിൻ പ്രദേശത്തൊക്കെ പഴയ മതിലുകൾ കെട്ടുന്ന ഇത്തരത്തിലുള്ള കല്ലുകൾ വെച്ചാണ്, ഈ കാട്ടുകല്ലുകളും അതുപോലുള്ള പാറകഷ്ണങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെറിയ രീതിയിലുള്ള മതിലുകളും ഈ അടുക്കുകളൊക്കെ കെട്ടുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഒരു രാജവെമ്പാല പുറത്തേക്ക് ഇറങ്ങാനും അകത്തേക്ക് കയറാനും സാധിക്കാതെ കുടുങ്ങിക്കിടക്കുന്നത് സമീപത്തെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കാണുന്നത്. ഇവരാണ് ഈ RRT റാപ്പിഡ് റെസ്ക്യൂ ടീമിനെ വിവരം അറിയിച്ചതും പിന്നീട് ഈ സംഘമെത്തി ഈ കുടുങ്ങിക്കിടന്ന പാമ്പിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. എന്തായാലും ഇതിൻ്റെ ആരോഗ്യസ്ഥിതിയും കൂടെ പരിഗണിച്ചിട്ട് മാത്രമേ ഇതിനെ ഉൾവനത്തിൽ തുറന്നു വിടുകയുള്ളൂ. പാമ്പുകൾക്കൊരു പ്രത്യേകമുണ്ട്. നമുക്കറിയാം, ഈ ഇത് എപ്പോഴും താമസിക്കുന്ന ഈ മാളങ്ങളിലാണ്. അപ്പോൾ മാളത്തിൻ്റെ ആകൃതിയിലുള്ള എന്ത് വസ്തു കണ്ടാലും, ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്ത് വസ്തു കണ്ടാലും അതിൻ്റെയൊക്കെ അകത്തേക്ക് കയറിപ്പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എപ്പോഴും ഈ പാമ്പുകൾക്ക്. അതുകൊണ്ടാണ് ഈ പാമ്പുകൾ പലപ്പോഴും ഇതുപോലെ കുടുങ്ങി പോകുന്നത്. ഈ കല്ലുകൾക്കിടയിലും സമീപമായി, അതായത് ഇതിൻ്റെ മാളത്തിനോട് സാദൃശ്യമുള്ള ഒരു ഷേപ്പാണ് ഈ കല്ലുകൾ തമ്മിൽ അടുക്കുമ്പോൾ അതിൻ്റെ ഇടുക്കിലും വരുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ തന്നെ ഇത് മാളങ്ങളാണെന്ന് കരുതിക്കൊണ്ട് കയറാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ മാളമാണെന്ന് കരുതിക്കൊണ്ട് ഒരു ഇരുമ്പ് പൈപ്പിനകത്ത് കയറി കുടുങ്ങിയ ഒരു ചേരയുടെ അവസ്ഥ. അതും പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് അതിൽ നിന്ന് പുറത്തെടുത്തത്. ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമും അതുപോലെ ഈ പാമ്പിനെ രക്ഷിക്കുന്ന ആൾ കൂടി എത്തിക്കൊണ്ടാണ് ഈ പാമ്പിനെ പോലെ അന്ന് രക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഇപ്പോൾ ഒരു മഴക്കാലം കൂടിയാണ്. അതുകൊണ്ട് നമ്മളും ജാഗ്രത പുലർത്താൻ. നമ്മുടെയൊക്കെ വീടുകളിലും പലപ്പോഴും ഈ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഈ പാമ്പുകൾ കയറാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മളും എന്തായാലും ജാഗ്രത പാലിച്ചിരിക്കണം. ശരി ജിബിൻ പറഞ്ഞതുപോലെ തന്നെ പാമ്പുകളെ നമുക്ക് ഭയമാണ്, പക്ഷെ അതും ഒരു ജീവനാണ്. അപ്പം അവയും അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്തായാലും രാജവെമ്പാല സുഖകരമായി കാട്ടിലേക്ക് പോട്ടെ.